നാരായണത്ത് ഭ്രാന്തൻ്റെ ദിവ്യത്വങ്ങൾ പറഞ്ഞാൽ വളരെയുണ്ട്. അദ്ദേഹം ദിവസവും വലിയ കല്ലുകൾ ഉരുട്ടി മലയുടെ മുകളിൽ കൊണ്ടു ചെല്ലും. മുകളിലെത്തുമ്പോൾ കൈവിടുകയും കല്ല് താഴോട്ട് സ്വയം ഉരുണ്ടുപോകുന്നത് കണ്ട് കൈകൊട്ടി ചിരിക്കുകയും ചെയ്യും. അതിനൊപ്പം ഇത്രയും കനത്തോരു കല്ലുകൾ ഉരുട്ടിക്കൊണ്ട് അദ്രിതൻ മുകൾ പാട്ടിലേറ്റുവാൻ പാരം ദണ്ഡം ആയതു കീഴ്പോട്ടേക്കു ചാടിപ്പാൻ എളുപ്പമാം ആയാസം ചെറ്റും വേണ്ട താഴത്തു വന്നേ നിൽക്കൂ എന്നു ചൊല്ലിയാണ് കൈകൊട്ടി ചിരിക്കാറ്. ഭിക്ഷയെടുത്തായിരുന്നു അദ്ദേഹം ഉപജീവനം നടത്തിയിരുന്നത്. കയ്യിൽ ഒരു ചെമ്പ് പാത്രമുണ്ടാകും. ഭിക്ഷ യാചിച്ച് കിട്ടുന്ന അരി മുഴുവനും വൈകുന്നേരമാകുമ്പോൾ എവിടെ എത്തുന്നുവോ അവിടെ വെച്ച് തന്നെ സ്വയം പാകം ചെയ്ത് കഴിക്കും. സ്വയം പാകം ചെയ്യുന്നതല്ലാതെ മറ്റൊന്നും കഴിക്കില്ല. അത് ഒരു നേരമേ കഴിക്കുകയുമുള്ളൂ. ഊണ് കഴിഞ്ഞാലോ അവിടെ തന്നെ കിടക്കും. നേരം വെളുത്താൽ മലയിലേക്ക് പുറപ്പെടും. ഉച്ചവരെ കല്ല് മലയിൽ ഉരുട്ടിക്കയറ്റും. പിന്നെ ഭിക്ഷയാചിക്കും. ഇതായിരുന്നു ദിനചര്യ. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഇദ്ദേഹം എത്തിച്ചേർന്നത് ഒരു ശ്മശാനത്തിലായിരുന്നു. അന്ന് ഒരു ശവദാഹം കഴിച്ച് ജനങ്ങളെല്ലാം പോയ ഉടനെ ആയിരുന്നതിനാൽ അവിടെ ധാരാളം തീയും മുറിക്കൊള്ളിയും ഉണ്ടായിരുന്നു. ഇത് കണ്ട അദ്ദേഹം സ്വയം പാചകത്തിന് ഇത് തന്നെ സ്ഥലം എന്ന് നിശ്ചയിച്ച് 3 കല്ലെടുത്ത് ആ പട്ടടയുടെ ഒരറ്റത്ത് തന്നെ അടുപ്പ് കൂട്ടി. അടുക്കലുള്ള നദിയിൽ നിന്ന് വെള്ളവും കൊണ്ടുവന്ന് അരിയും വെള്ളവും ഒരുമിച്ച് പാത്രത്തിലിട്ട് അടുപ്പത്ത് വെച്ചു. കുറെ കനലും വിറകുകൊള്ളികളും നീക്കി. ഇടതു കാലിന്മേൽ കുറച്ച് മന്തുള്ളതിനാൽ ആ കാല് വലിച്ച് അടുപ്പ് കല്ലിന്മേൽ വെച്ച് തീയും കാഞ്ഞു മൂളിപ്പാട്ടും പാടി കുറേശ്ശെ ഉറക്കവും തൂങ്ങി ആടി ആടി അങ്ങനെ അവിടെ ഇരുന്നു. മഞ്ഞുകാലമായതിനാൽ തീ കായാൻ നല്ല സുഖമായിരുന്നു. അങ്ങനെ ഇരുന്ന് ഒരു യാമം കഴിഞ്ഞപ്പോൾ ഭൂതപ്രേത പിശാചുക്കളോടുകൂടി ആർത്ത് തിമിർത്ത ചുടലഭദ്രകാളിയുടെ വരവായി. അവരുടെ അട്ടഹാസവും അലർച്ചയും ഒക്കെ കേട്ടിട്ടും അദ്ദേഹത്തിനൊരു കുലുക്കവും ഉണ്ടായില്ല. അവരെല്ലാവരും അടുത്തു വന്നപ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നത് കണ്ട് ആരാണത്, വേഗത്തിൽ എഴുന്നേറ്റ് പോകൂ എന്ന് പറഞ്ഞു. നാരായണത്ത് ഭ്രാന്തൻ തിരികെ ചോദിച്ചു, നിങ്ങൾക്ക് കണ്ണില്ലേ? ഇവിടെ ഇരിക്കുന്നത് ആരാണെന്ന് കണ്ടുകൂടെ? ഞാനൊരു മനുഷ്യൻ, ഇപ്പോൾ പോകാൻ ഭാവമില്ല. ഭദ്രകാളി: അതില്ലേ, എന്നാൽ ഞങ്ങൾ നിന്നെ പേടിപ്പിക്കും. ഭ്രാന്തൻ: നിങ്ങൾ പേടിപ്പിച്ചാൽ ഞാൻ പേടിച്ചില്ലെങ്കിലോ? ഭദ്രകാളി: ഞങ്ങൾ പേടിപ്പിച്ചാൽ പേടിക്കാതെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഭ്രാന്തൻ: ആവോ, ഒന്ന് പരീക്ഷിച്ചു നോക്കൂ, എന്നാൽ അറിയാമല്ലോ. ഇത് കേട്ടപ്പോൾ കോപം സഹിക്കാതെ അവർ എല്ലാവരും കൂടി തീക്കട്ട പോലെയുള്ള കണ്ണുകൾ തുറിച്ചു മിഴിച്ചു രക്തവർണ്ണങ്ങളായി നാവുകളെ വളച്ചു കടിച്ച് ചന്ദ്രക്കല പോലെ വളഞ്ഞ വലിയ ദംഷ്ട്രകളെയും പല്ലുകളെയും പുറത്തേക്ക് തള്ളിച്ച് അട്ടഹാസത്തോടു കൂടി അദ്ദേഹത്തെ പേടിപ്പിക്കാനായിട്ട് പാഞ്ഞു ചെന്നു. ഇത് കണ്ടിട്ട് യാതൊരു കൂസലും കൂടാതെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ ഇരുന്നു. ഒട്ടും പേടിച്ചില്ല. അപ്പോൾ ചുടലഭദ്രകാളിയും ഭൂതങ്ങളുമെല്ലാം ലജ്ജ സഹിക്ക വയ്യാതെ മുഖം താഴ്ത്തിക്കൊണ്ടു നിന്നു. എന്താ, പേടിപ്പിച്ചു കഴിഞ്ഞുവോ? അല്ലയോ മഹാനുഭാവ, അങ്ങ് ഒരു സാധാരണ മനുഷ്യനാണെന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. അവിടുന്ന് സാമാന്യനല്ലെന്ന് മനസ്സിലായി. അതിനാൽ ഇതാ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അവിടുന്ന് കൃപയുണ്ടായി ഇവിടെ നിന്ന് മാറിത്തരണം. ഞങ്ങൾ ഈ ചുടലയിൽ നൃത്തം ചെയ്യാൻ വന്നതാണ്. നിങ്ങളവിടെ ഒരറ്റത്ത് നൃത്തം വെച്ചോളിൻ. അതിന് ഞാൻ പോകണമെന്നുണ്ടോ? മനുഷ്യർ കാണുക ഞങ്ങൾക്ക് നൃത്തം ചെയ്യാൻ പാടില്ല. അതിനാലാണ് ഞങ്ങൾ ഇങ്ങനെ അപേക്ഷിക്കുന്നത്. എന്നാൽ നൃത്തം നാളെ മതി. എത്ര അപേക്ഷിച്ചാലും ഇന്നു ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ല. നൃത്തം നാളെ ആയാൽ പോരാ, ഇന്നാണ് പതിവ്. എന്നാൽ പതിവ് പോലെ ആകട്ടെ. ഞാൻ പോയിട്ട് ചെയ്യാമെന്ന് കരുതണ്ട. എനിക്കും ചില പതിവുകളുണ്ട്. തീയും വെള്ളവും കിട്ടുന്ന ദിക്കിൽ അരി വയ്ക്കുക, അരി വയ്ക്കുന്ന ദിക്കിൽ ഉണ്ണുക, ഉണ്ണുന്ന ദിക്കിൽ കിടക്കുക. ഇതാണ് എൻ്റെ പതിവ്. അതും മാറ്റം വരുത്തില്ല. ഒരു വിധത്തിലും അദ്ദേഹം ഒഴിഞ്ഞു പോവില്ലെന്ന് തീർച്ചയായപ്പോൾ ഭദ്രകാളി: അല്ലയോ മഹാനുഭാവ, അവിടുന്ന് ഒരു വിധത്തിലും സമ്മതിക്കാത്തതിനാൽ ഞങ്ങൾ തന്നെ പോകാമെന്ന് നിശ്ചയിച്ചു. എന്നാൽ മനുഷ്യരെ നേരിട്ട് കണ്ടാൽ അവരെ ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യാതെ പോകാൻ പാടില്ല. ദിവ്യനായ അങ്ങയെ ഞങ്ങൾ ശപിക്കാൻ വിചാരിക്കുന്നില്ല, അനുഗ്രഹിക്കണമെന്ന് കരുതുന്നു. എന്നാൽ അവിടുത്തെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞുകൊള്ളൂ. എനിക്ക് നിങ്ങളുടെ അനുഗ്രഹമൊന്നും വേണ്ട. നിങ്ങൾ പൊയ്ക്കോളിൻ. എനിക്ക് ചോറ് കാലമായിരിക്കുന്നു, ഞാൻ ഉണ്ണട്ടെ. അയ്യോ, അങ്ങനെ പറയരുത്. ദയുണ്ടായി എന്തെങ്കിലും ഒരു വരം വാങ്ങണം, അല്ലാതെ പോകാൻ നിവർത്തിയില്ല. നാശം ഉപദ്രവമായിട്ട് തീർന്നല്ലോ. എന്നാ ഒരു വരം വാങ്ങിച്ചേക്കാം. ഞാൻ എന്നു മരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഭദ്രകാളി: ഓഹോ, ഇനി 36 സംവത്സരവും 6 മാസവും 12 ദിവസവും 5 നാഴികയും 3 വിനാഴികയും കഴിയുമ്പോൾ മരിക്കും.
എന്നാൽ അതുകൂടാതെ ഒരു ദിവസം കൂടി ജീവിച്ചിരുന്നാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ അനുഗ്രഹിക്കൂ. അയ്യോ, അതും ഞങ്ങൾ വിചാരിച്ചാൽ കഴിയില്ല. ഒരു ദിവസമെന്നല്ല, ഒരു മാത്ര സമയം കൂടി ആയുസ് തരാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്നാൽ അത് വേണ്ട. നിങ്ങൾ പറഞ്ഞതിൻ്റെ തലേ ദിവസം മരിച്ചാലും മതി. അങ്ങനെ അനുഗ്രഹിക്കുവിൻ. അതും നിവൃത്തിയില്ല. എന്നാൽ നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് എന്തിനാണ്? നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതാണ് ആദ്യമേ എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അവിടുന്ന് കൃപയുണ്ടായി ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുന്നതായ ഒരു വരത്തെ ചോദിക്കണം. എന്നാലാവട്ടെ, ഈ ശനികൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമല്ലോ. എൻ്റെ ഇടത്തുകാലിലുള്ള മന്ത് വലത്തുകാലിൽ അവൻ അനുഗ്രഹിച്ചിട്ട് പൊയ്ക്കോളിൻ. ഇതെന്തായാലും നിങ്ങൾക്ക് കഴിയും. ഇത് കേട്ട ചുടലഭദ്രകാളിയും മറ്റും സന്തോഷിച്ച് അപ്രകാരം അനുഗ്രഹിച്ചിട്ട് മറഞ്ഞുപോയി. അനുഗ്രഹപ്രകാരം മന്ത് വലത്തുകാലിന്മേലാവുകയും ചെയ്തു. നാറാണത്ത് ഭ്രാന്തൻ ഊണും കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി. സൂര്യോദയമായപ്പോൾ പതിവ് പോലെ കല്ലുരുട്ടിക്കയറ്റാൻ പോവുകയും ചെയ്തു.